സ്ത്രീകൾക്ക് കൊടുത്തോട്ടെ, അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉള്ളതാണ്. അപ്പം പക്ഷേ ഏതൊക്കെ മേഖലയിലാണോ ഇവർ കൊടുക്കുന്നതെന്ന് കൂടെ അറിയണം. അതായത് ഫാസ്റ്റിൽ കൊടുക്കുമോ, സൂപ്പർ ഫാസ്റ്റിൽ കൊടുക്കുമോ, എക്സ്പ്രസ്സിൽ കൊടുക്കുമോ, അതോ വെറും ഓർഡിനറിക്ക് മാത്രമാണോ എന്നുള്ളത് നമുക്കറിയാനുണ്ട്. ഇത് പോയിട്ട് എനിക്ക് പറയാനുള്ളത് മുതിർന്ന പൗരന്മാർക്കും ഇപ്പോൾ 3 വയസ്സ് വരെയല്ലേ ഉള്ളൂ, ഒരു 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. അത് നടക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൊടുത്തു വരുമ്പോൾ 6 മാസം കൊണ്ട് അത് KSRTC പൂട്ടി താക്കോലെടുക്കും. അതാ ഇപ്പോഴത്തെ എൻ്റെ ഒരു അനുമാനമാണ്, മറ്റുള്ള രാഷ്ട്രീയവും അല്ല ഇത്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനം തന്നെയാണ് വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഉള്ളത്. പ്രത്യേകിച്ച് KSRTC ജീവനക്കാർക്ക് ഇങ്ങനെ ഒരു ഭയമുണ്ട്. കാരണം വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് KSRTC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗജന്യ ശമ്പളം കൃത്യമായിട്ട് ലഭിക്കാത്തത്, പെൻഷൻ കിട്ടാത്തതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ജീവനെടുക്കുന്നത് അങ്ങനെ വലിയ സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് പരുവപ്പെട്ട് വരികയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പക്ഷേ ഈ സൗജന്യം നൽകണമെങ്കിൽ 90 കോടി രൂപ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും തുക അതാണ് KSRTC അല്ലെങ്കിൽ തന്നെ ഏത് രീതിയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ 90 കോടി എന്നുള്ളത് ലഭിക്കുമോ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് ഫ്രീ സർവീസ് നടത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആശങ്ക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.